നമസ്കാരം. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി. തീഹാർ ജയിലിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങി. വലിയ ആർപ്പുവിളികളുമായി പ്രവർത്തകർ അദ്ദേഹത്തെ വരവേറ്റു. സംഘടനാ ചുമതലയുള്ള സന്ദീപ് പഥക്കിനൊപ്പമാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. പുറത്തിറങ്ങിയ അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. നിങ്ങളുടെ അടുത്തേക്ക് എത്തിയതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പ്രവർത്തകരോട് പറഞ്ഞു. കോടതിക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. പടക്കം പൊട്ടിച്ച് പ്രവർത്തകർ വരവ് ആഘോഷമാക്കുകയാണ്. നാളെ 1 മണിക്ക് പാർട്ടിയുടെ വാർത്താ സമ്മേളനവും ഉണ്ടാകും. തീഹാർ ജയിലിൽ നിന്ന് അദ്ദേഹം നേരിട്ട് മാതാപിതാക്കളെ കാണാനായിട്ടാണ് പോകുന്നത്. പാർട്ടി ഓഫീസിലേക്ക് റോഡ് ഷോയും ഉണ്ടാകും. 50 ദിവസത്തിന് ശേഷമാണ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത്. കെജ്രിവാളിന്റെ തിരിച്ചറിവ് വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ത്യ മുന്നണി സഖ്യം ഉറ്റുനോക്കുന്നത്. ഇഡിയുടെ ശക്തമായ എതിർപ്പ് തള്ളിയാണ് കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിലേക്ക് കടക്കാനിരിക്കെ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ആം ആദ്മി പാർട്ടിക്ക് വലിയ നേട്ടമായിരിക്കുകയാണ്. കെജ്രിവാളിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനും കോടതി അനുമതി നൽകിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ ആശ്വാസം നൽകുന്നതാണ് സുപ്രീം കോടതിയുടെ ഈ നടപടി. കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിൽ പ്രതികരണവുമായി ഭരണപക്ഷവും പ്രതിപക്ഷവും രംഗത്ത് വന്നു കഴിഞ്ഞു. കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതിനെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം സ്വാഗതം ചെയ്തപ്പോൾ ജൂൺ 2-ന് കെജ്രിവാൾ ജയിലിലേക്ക് തന്നെ മടങ്ങണമെന്ന് ഓർമ്മിപ്പിച്ച് BJP മറുപടി നൽകി. കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കുന്നതിനെ കേന്ദ്ര സർക്കാരും ഇഡിയും ശക്തമായി എതിർത്തെങ്കിലും 21 ദിവസത്തെ ജാമ്യം അനുവദിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. തീഹാർ ജയിലിന് അകത്തേക്ക് കയറിയ ഡൽഹി മുഖ്യമന്ത്രിയായല്ല, മറിച്ച് ആം ആദ്മി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ അമരക്കാരനായാണ് 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ ചുമതലകൾ നിർവഹിക്കരുതെന്ന വ്യവസ്ഥയിലാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നതെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഡൽഹി മദ്യനയ അഴിമതി കേസ് രജിസ്റ്റർ ചെയ്ത 1.5 വർഷത്തിന് ശേഷമാണ് ഇഡി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ കാലതാമസം എന്തിനായിരുന്നുവെന്നും കോടതി ചോദിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതുവരെ ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ജൂൺ 2-ന് തന്നെ ജയിലിലേക്ക് മടങ്ങണമെന്നാണ് കെജ്രിവാളിനോട് കോടതി നിർദ്ദേശിച്ചത്. അരവിന്ദ് കെജ്രിവാൾ ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നതോടെ ഡൽഹി, പഞ്ചാബ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം വരും ദിവസങ്ങളിൽ തിളച്ചുമറിയും. മെയ് 25-നാണ് ഡൽഹിയിലെ വോട്ടെടുപ്പ്. ജൂൺ 1-നാണ് പഞ്ചാബിൽ തിരഞ്ഞെടുപ്പ്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് സിംഗ് മാൻ നാളെയും മറ്റന്നാളും ഡൽഹിയിൽ പ്രചാരണത്തിന് ഇറങ്ങുന്നുണ്ട്. കെജ്രിവാളിന്റെ ജാമ്യ വിവരം അറിഞ്ഞയുടൻ ഭഗവത് മാൻ ഡൽഹിയിലേക്ക് തിരിക്കുകയും ചെയ്തു. കെജ്രിവാളിന് ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതിയിൽ ചൂടേറിയ വാദമായിരുന്നു നടന്നത്. കെജ്രിവാളിന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇടക്കാല ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് കേന്ദ്ര സർക്കാരും ഇഡിയും സുപ്രീം കോടതിയിൽ പറഞ്ഞു. സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തനല്ല മുഖ്യമന്ത്രി. രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രചാരണത്തിന് ജാമ്യം നൽകിയാൽ വിളവെടുപ്പ് കാലത്ത് തടവുകാരായ കർഷകർക്കും അതേ ആനുകൂല്യം കൊടുക്കുമോ എന്നും കേന്ദ്രം ചോദിച്ചിരുന്നു. എന്നാൽ ഈ താരതമ്യം തെറ്റാണെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. വിളവെടുപ്പ് 4 മാസം കൂടുമ്പോഴുണ്ടാകും. പൊതു തിരഞ്ഞെടുപ്പ് 5 വർഷത്തിലൊരിക്കലാണ്. മാത്രവുമല്ല, കെജ്രിവാൾ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണെന്നും സ്ഥിരം കുറ്റവാളിയല്ലെന്നും കോടതി പറഞ്ഞു. കെജ്രിവാളിന്റെ അറസ്റ്റ് സാധൂകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡിയോട് കടുത്ത ചോദ്യങ്ങളാണ് കോടതി ചൊവ്വാഴ്ച ഉന്നയിച്ചത്. അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ കെജ്രിവാളിന്റെ പേരുണ്ടായിരുന്നില്ലെന്ന് ഇഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ SB രാജു പറഞ്ഞു. എപ്പോഴാണ് ആദ്യമായി കെജ്രിവാളിന്റെ പേര് ഉയർന്നതെന്ന് കോടതി ചോദിച്ചു. ഇതേ കേസിൽ അറസ്റ്റിലായ BRS നേതാവ് K കവിതയുടെ മുൻ ഓഡിറ്റർ ബുച്ചി ബാബു 2023 ഫെബ്രുവരി 23-ന് നൽകിയ മൊഴിയിലാണ് ആദ്യമായി കെജ്രിവാളിന്റെ പേര് വന്നതെന്നും രാജു അറിയിച്ചു. അന്വേഷണം പുരോഗമിച്ചപ്പോഴാണ് കെജ്രിവാളിന്റെ പങ്ക് വ്യക്തമായത്. കെജ്രിവാൾ 100 കോടി രൂപ ചോദിച്ചതിന് തെളിവുണ്ടെന്ന് രാജു ചൂണ്ടിക്കാട്ടി. അറസ്റ്റ് ശരിയാണോ എന്ന് മാത്രമാണ് ഇപ്പോൾ പരിശോധിക്കുന്നതെന്ന് കോടതി പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിലെ 19-ാം വകുപ്പ് പ്രയോഗിക്കുന്നതിന് മാനദണ്ഡങ്ങൾ ഉണ്ടാക്കുമെന്നും കോടതി സൂചിപ്പിച്ചു.